എന്തുകൊണ്ടാണ് എല്ലാ മുതലാളിമാരും തങ്ങളുടെ ജീവനക്കാർ തങ്ങളുടെ അടിമകളായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ വീട്ടുജോലിക്കാർ വരുന്നുണ്ടാകുമല്ലോ. അവരോട് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹവും തുല്യതയുമുള്ള പെരുമാറ്റമാണുള്ളതെന്ന് പറയൂ. അവരും വെറും ജീവനക്കാർ മാത്രമാണ്. നിങ്ങൾ ഒരിടത്ത് ജീവനക്കാരനായിരിക്കുന്നത് പോലെ തന്നെ അവർ നിങ്ങളുടെ ജീവനക്കാരാണ്. പറയൂ, അവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണെന്ന്. നിങ്ങളുടെ പെരുമാറ്റം അവരോട് എങ്ങനെയോ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബോസിന് നിങ്ങളോടുള്ള പെരുമാറ്റവും. നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി നിങ്ങളോട് അവധി ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? പറയൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ബോസിനോട് അവധി ചോദിക്കാൻ പോകുമ്പോൾ അദ്ദേഹവും പെരുമാറുന്നത്. അത് കൃത്യമായും അതേ കാരണത്താൽ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ചേച്ചി ഭക്ഷണം മോശമാക്കുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങൾ അവരോട് എങ്ങനെയുള്ള മുഖഭാവത്തിലാണോ സംസാരിക്കുന്നത്? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബോസും നിങ്ങളോട് പെരുമാറുന്നത്. എന്നാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരോടോ വീട്ടുജോലി ചെയ്യുന്ന ചേച്ചിയോടോ മാന്യമായി സംസാരിച്ചു തുടങ്ങുന്നത്, അന്നു മുതൽ നിങ്ങളുടെ ബോസിന്റെ മര്യാദകേട് സഹിക്കുന്നത് നിങ്ങളും അവസാനിപ്പിക്കും.